രണ്ട് ക്ലോസ് ഫ്രണ്ട്സിന്റെ കഥയാണിത്. ഒരേ ദിവസം ഒരേ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത രണ്ട് MBA-കാരുടെ കഥ. പക്ഷേ അവർ കടന്നുപോയത് രണ്ട് വ്യത്യസ്ത എക്സ്പീരിയൻസുകളിലൂടെ ആയിരുന്നു. ഹായ്, ദിസ് ഈസ് അഖിൽ ഫ്രം എൻട്രിഫിൻ അക്കാദമി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സജിനും വിനീഷും പണ്ട് മുതലേ ഫ്രണ്ട്സ് ആണ്. MBA കഴിഞ്ഞ് ഒരേ സമയത്ത് ജോലിക്ക് കയറിയവർ. ഒരു ദിവസം അവർക്ക് ഒരു ഐഡിയ തോന്നി, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താലോ. എന്നാൽ സജിനും വിനീഷിനും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് യാതൊരു നോളജും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മറ്റൊന്നും ചിന്തിക്കാതെ ഇന്ത്യയിലെ ലീഡിംഗ് IT കമ്പനിയായ ഇൻഫോസിസിന്റെ ഷെയറുകൾ വാങ്ങാൻ അവർ തീരുമാനിച്ചു. അന്ന് മാർച്ച് 31, 2000 ഇൻഫോസിസിന്റെ ഒരു ഷെയറിന്റെ വില 140 രൂപയായിരുന്നു. 1400 രൂപ മുടക്കി സജിനും വിനീഷും അന്ന് ഇൻഫോസിസിന്റെ 10 ഷെയറുകളാണ് വാങ്ങിയത്. അങ്ങനെ 4 വർഷം കഴിഞ്ഞു. ഒരു ദിവസം ടെലിവിഷൻ കാണുകയായിരുന്ന സജിൻ ആ ബ്രേക്കിംഗ് ന്യൂസ് ശ്രദ്ധിച്ചു. ഇൻഫോസിസിന്റെ ഷെയർ പ്രൈസ് കുത്തനെ ഇടിയുന്നു എന്നായിരുന്നു ആ ന്യൂസ്. ആകെ പാനിക്കായ സജിൻ അപ്പോൾ തന്നെ ഷെയർ പ്രൈസ് നോക്കി. 2000 മാർച്ചിൽ 140 രൂപയുണ്ടായിരുന്ന ഇൻഫോസിസിന്റെ ഷെയർ പ്രൈസ് 2004 മാർച്ച് ആയപ്പോഴേക്കും 82 രൂപ 96 പൈസയായി ഇടിഞ്ഞു. ആ ഷെയറുകളുടെ അന്നത്തെ റിട്ടേൺസ് എത്രയായിരുന്നെന്നോ? -40.7%. ഈ തകർച്ച സജിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഇനിയും ഷെയർ പ്രൈസ് താഴേക്ക് പോയാലോ എന്ന പേടി തോന്നിയ സജിൻ അപ്പോൾ തന്നെ തന്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ ഷെയറുകളും വിറ്റൊഴിവാക്കി. ഉടനെ തന്നെ ഈ വിവരം വിനീഷിനെ വിളിച്ചു പറയുകയും ചെയ്തു. ഈ ന്യൂസ് കേട്ട വിനീഷും ശരിക്കും പേടിച്ചു. പക്ഷേ ഒന്നുകൂടി വെയിറ്റ് ചെയ്യാൻ വിനീഷ് തീരുമാനിച്ചു. അങ്ങനെ കുറെ വർഷങ്ങൾ കടന്നുപോയി. എന്നാൽ 2009 ഈ കഥയിലെ ശരിക്കുള്ള ട്വിസ്റ്റ് ഉണ്ടാവുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. അന്ന് മാർച്ച് 27, 2009 വിനീഷ് കണ്ടു ഇൻഫോസിസിന്റെ ഷെയർ പ്രൈസ് വൻ കുതിച്ചുകയറ്റം നടത്തിയത്. 2004 വെറും 82 രൂപ 96 പൈസ ഉണ്ടായിരുന്നിടത്ത് നിന്നും 168 രൂപയിലേക്കാണ് ഷെയർ പ്രൈസ് പറന്നുയർന്നത്. ആ സമയത്ത് റിട്ടേൺസ് 19.94% ഉണ്ടായിരുന്നെങ്കിലും ഒന്നുകൂടി വെയിറ്റ് ചെയ്യാൻ വിനീഷ് തീരുമാനിച്ചു. എന്നാൽ വെറും ഒരു വർഷം കൂടി കഴിഞ്ഞപ്പോൾ ഇൻഫോസിസിന്റെ ഷെയർ പ്രൈസ് ഇരട്ടിയിലധികമായി. അതായത് 2009 മാർച്ചിലെ 168 രൂപയിൽ നിന്നും 346 രൂപ എന്ന മാജിക്കൽ പ്രൈസസിലേക്കാണ് ആ ഷെയർ കുതിച്ചുയർന്നത്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും 10 വർഷം ക്ഷമയോടെ കാത്തിരുന്ന വിനീഷിന് കിട്ടിയത് 147.47% റിട്ടേൺസ് ആയിരുന്നു. എന്നാൽ പാവം സജിനാകട്ടെ ഇന്നും റിഗ്രറ്റ് ചെയ്യുന്നു തന്റെ കയ്യിലുള്ള ഷെയറുകൾ തിരക്ക് പിടിച്ച് വിറ്റൊഴിവാക്കിയതിന്. ലോക പ്രശസ്ത ഇൻവെസ്റ്ററായ വോറൻ ബഫറ്റ് പറയുന്നത്, ക്ഷമയില്ലാത്തവന്റെ അടുത്തു നിന്നും ക്ഷമയുള്ളവന്റെ അടുത്തേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഉപകരണമാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നാണ്. നേരത്തെ പറഞ്ഞ കഥയിൽ വിനീഷിനും സജിനും സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ഒട്ടും നോളജ് ഇല്ലായിരുന്നു. പക്ഷെ ഒരുപാട് ക്ഷമയുണ്ടായിരുന്നത് കൊണ്ട് വിനീഷിന് വമ്പൻ റിട്ടേൺസ് ആണ് കിട്ടിയത്. സിമ്പിളായി പറഞ്ഞാൽ സ്റ്റോക്ക് ട്രേഡിംഗിൽ ഉറപ്പായും വേണ്ട ഒരു ക്വാളിറ്റിയാണ് ക്ഷമ. എന്നാൽ ഇത് മാത്രമല്ല, സ്റ്റോക്ക് ട്രേഡിംഗ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ടെക്നിക്സ് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പേർട്ടിന് മാത്രമേ നിങ്ങളെ ശരിയായ രീതിയിൽ ഗൈഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെ സ്റ്റോക്കുകൾ അനലൈസ് ചെയ്യണമെന്നും എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും പഠിക്കാൻ ഒരു എക്സ്പേർട്ടിന്റെ സഹായം മസ്റ്റ് ആണ്. നിങ്ങൾക്ക് സ്റ്റോക്ക് ട്രേഡിംഗ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? താഴെ ഒന്ന് കമന്റ് ചെയ്യൂ.